സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലൂൺ ടിവിയും ചേർന്ന് നടത്തുന്ന പ്രോഗ്രാമാണ് സി കാറ്റ്. ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവുമായ മാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനും തങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തോമാപുരം സെൻറ് തോമസ് ഫൊറോന ദേവാലയത്തിലെ മതാധ്യാപകരാണ്. അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിന് തുടർച്ചയെന്നോണം പൗരോഹിത്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ കുദാശയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമായി നമുക്ക് പരിശ്രമിക്കാം. എൻ്റെ ചോദ്യം ഇതാണ്. തിരുപ്പട്ട സമയത്ത് വൈദികാർത്തിയുടെ മുടി മുറിക്കുന്നതായി കാണുന്നു. ഇതുകൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? യെസ്, ഷിജി ടീച്ചറിൻ്റെ ചോദ്യം എന്താണ്? മുടി മുറിക്കുക. പുരോഹിതൻ ആർത്തിയുടെ മുടി എന്തിനാണ് ഈ മെത്രാൻ മുറിക്കുന്നത് അല്ലേ? യെസ്, അവൻ നന്നായി മെനയായിട്ട് മുടിയൊക്കെ വെട്ടി വൃത്തിയായിട്ട് വന്ന് നിൽക്കുമ്പോൾ മെത്രാൻ ചുമ്മാ എന്ന് മെത്രാന് ബാർബർ പണി വലിയ പരിചയമില്ല. യെസ്, പക്ഷെ ഞാൻ സെമിനാരിയിൽ 10 കൊല്ലം ബാർബറായിരുന്നു. അതുകൊണ്ട് എനിക്ക് ബാർബർ പണി നന്നായിട്ട് അറിയാമായിരുന്നു. ഏതാണേലും ഈ മുടി മുറിക്കുന്നത് എന്തിനാണെന്നാണ് ഷിജി ടീച്ചറുടെ ചോദ്യം അല്ലേ? യെസ്, മുടി മുറിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു വലിയ ദൈവശാസ്ത്രമുണ്ട്. മുടി എന്ന് പറയുന്നത് ഒരു ആകർഷണമാണ്, ശരിക്കും ആകർഷണമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ചേട്ടത്തിമാരെക്കുറിച്ച് ടീച്ചർമാരെക്കുറിച്ച് പറയാനില്ല മുടി എന്ന് പറയുന്നത് അല്ലേ? പുരുഷന്മാരും ഇപ്പോഴവർ പലരും മുടിയൊക്കെ ഇല്ലാത്തെങ്കിലും ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അലങ്കാരമാക്കിയിട്ടുണ്ട്. പലരും അവരുടെ മുടി ഗോദറേജ് പുണ്യവാളൻ്റെ മാധ്യസ്ഥം തേടി കറുപ്പിച്ച് നിർത്തിയിട്ടൊക്കെ ഉണ്ട് അല്ലേ? ചിലർ തൂക്കാൻ മറന്നുപോയതുകൊണ്ടായിരിക്കും ചിലരുടെ വെളുത്തിരിക്കുന്നത്. അപ്പം മുടി ഒരു ആകർഷണ വിഷയമാണെന്നുള്ള കാര്യം സംശയമാണ് ഇല്ല. അപ്പോൾ ഈ മുടി മുറിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ലോകത്തിൽ നിന്നുള്ള ആകർഷണം, നീ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട വ്യക്തിയാണ് എന്നുള്ള. അന്നേരം ചൊല്ലുന്ന പ്രാർത്ഥന അതാ, നിന്നിലുള്ള പാപഭാരം മുഴുവനും എന്നേക്കുമായി ഈശോ നീക്കിക്കളയട്ടെ എന്നാണ്. അതായത് ആ പാപം നീക്കിക്കളയുന്ന, അല്ലെങ്കിൽ ലൗകായതികത്വം, ലോകത്തോടുള്ള മമത, ആകർഷണം ഞാൻ ഉപേക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമാണ്. വേറെ അവയവങ്ങളൊന്നും ആ നേരത്ത് മുറിക്കാൻ മേലാത്തത് കൊണ്ട് മുറിക്കാൻ പറ്റുന്ന ഒന്ന് മുറിച്ചതായിട്ട് നമ്മൾ കരുതിയാൽ മതി. തന്നെയല്ല, ഇതിനൊരു പാരമ്പര്യമുണ്ട്. പാരമ്പര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് പട്ടം വടിക്കലാണ്, ഒരു മുടിയൊന്നും മുറിക്കലല്ല. ഇതിന് ചുറ്റും ഒരു തിരികെ വെച്ച പോലെ മുടിയിരിക്കും, ബാക്കി നടുഭാഗം മുഴുവനും വടിച്ച് ദൂരെ കളയും. നിങ്ങൾ അന്തോനീസ് പുണ്യാളൻ്റെ രൂപം കണ്ടിട്ടില്ലേ? അതാണ് ഒറിജിനൽ പട്ടം എന്ന് പറയുന്നത്. അതായത് ഇവിടം വരെയുള്ള മുടി താഴോട്ട് നിർത്തും, ഇതിൻ്റെ മണ്ടയിൽ മൊത്തമായിട്ട് വട്ടത്തിൽ കണ്ടിച്ചെടുത്ത് ദൂരെ കളയും. അപ്പോൾ ഒരു തിരികെ ഇവിടെ വെച്ച പോലെ ഇരിക്കും മുടി, കണ്ടാൽ തന്നെ തീരെ മെനകേടാണ്. അപ്പോൾ അവൻ്റെ ആ ബാഹ്യമായ ആകർഷണം അല്ല പൗരോഹിത്യത്തിൻ്റെ ആകർഷണം, അവനിൽ പരിശുദ്ധാത്മാവ് നടത്തുന്ന പ്രവൃത്തിയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ ഈ മുടിമുറിക്കൽ. ഇന്നിപ്പോൾ അത്രയൊക്കെ വടിക്കാൻ പോയി കഴിഞ്ഞാൽ പല പിള്ളേരും പട്ടത്തിൻ്റെ അന്ന് തന്നെ പണി നിർത്തി പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയ കഷ്ണം മുറിച്ച് സഭയുടെ ആ വലിയ വിശുദ്ധ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി.
ഏതാണെങ്കിലും അതിൻ്റെ ലക്ഷ്യം എപ്പോഴും ഒന്ന് തന്നെയാണ്. മൊത്തം പഠിച്ചാലും അല്പം മുറിച്ചാലും ഈ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട വ്യക്തിയാണ് പുരോഹിതൻ എന്ന് അവനെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ജെയിംസ് സാറാണ്. ജെയിംസ് സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, സഭയിൽ പൗരോഹിത്യങ്ങൾ 2 തരത്തിലുണ്ട്. പൊതു പൗരോഹിത്യവും ശുശ്രൂഷാ പൗരോഹിത്യവും. മാമോദീസായിലൂടെ സഭാംഗങ്ങളെല്ലാവരും ക്രിസ്തുവിൻ്റെ പൊതു പൗരോഹിത്യത്തിൽ പങ്കാളികളാകുന്നു എന്ന് സഭ പഠിപ്പിക്കുന്നു. ഈ പൊതു പൗരോഹിത്യവും ശുശ്രൂഷാ പൗരോഹിത്യത്തിൻ്റെയും ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അഥവാ അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? യെസ്, ജെയിംസ് സാറിൻ്റെ ചോദ്യം വളരെ നല്ല ചോദ്യമാണ് അല്ലേ? ജെയിംസ് സാർ എത്രാം ക്ലാസ്സിലെ വേദപാഠം പഠിപ്പിക്കുന്നത്? 8ാം ക്ലാസ്സിലാണ് പിതാവേ. 8ാം ക്ലാസ്സിൽ. അതായത് പൊതു പൗരോഹിത്യവും ശുശ്രൂഷ പൗരോഹിത്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം, പ്രഥമത വ്യത്യാസത്തേക്കാൾ ഏറെ അതിന് സാമ്യമാണുള്ളൂ. എന്താണ് സാമ്യം? രണ്ടുപേരും ഈശോ മിശിഹായുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നു. ഈശോയുടെ ഒരു പൗരോഹിത്യമാണ്. ആ പൗരോഹിത്യത്തിൽ പൊതുവായി എല്ലാവരും, വൈദികരും മെത്രാന്മാരും അൽമായരും എല്ലാവരും ഈശോ മിശിഹായുടെ പൗരോഹിത്യത്തിൽ മാമോദീസായിലൂടെ പങ്കുചേരുന്നു. അതാണ് എല്ലാ വിശ്വാസിക്കും പൊതുവായുള്ള പൗരോഹിത്യം. ശുശ്രൂഷ പൗരോഹിത്യം, മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തേത്. അതായത് പൊതു പൗരോഹിത്യം സ്വീകരിച്ചിട്ടുള്ളവരിൽ നിന്ന് ഈ സഭയിലെ പ്രത്യേക ശുശ്രൂഷകൾക്കായി ദൈവം തിരഞ്ഞെടുത്ത് വേർതിരിക്കുന്ന, നിയോഗിക്കുന്ന വ്യക്തികളെയാണ് എന്തെന്ന് പറയുക? ശുശ്രൂഷകർ അഥവാ ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിക്കുന്നവർ എന്ന് പറയുക. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ശുശ്രൂഷകളിലുള്ള വ്യത്യാസമാണ്. ഇവരെന്ത് ശുശ്രൂഷകൾ ചെയ്യുന്നു എന്നുള്ളതിലുള്ള വ്യത്യാസമാണ്. എന്നാൽ പൗരോഹിത്യത്തിന് പൊതുവായിട്ടുള്ള ശുശ്രൂഷ ഏതാണ്? പഠിപ്പിക്കുക. തീർച്ചയായും ഈ പഠിപ്പിക്കൽ പൊതു പൗരോഹിത്യം ഉള്ളവർക്കും ആവശ്യമുണ്ട്. ആ പൗരോഹിത്യം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ മതാധ്യാപകർ സഭയിൽ പഠിപ്പിക്കുന്നത് അല്ലേ? പൊതു പൗരോഹിത്യം നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ നയിക്കുക, നായകന്മാരാണ് നിങ്ങൾ. കുടുംബത്തിൽ നായകരാണ്. മിക്കവാറും എല്ലാവരും കല്യാണം കഴിച്ചവരാണ് അല്ലേ? കല്യാണം കഴിക്കാത്തവരാരൊക്കെയാണ്? ആരുമില്ല, എല്ലാവരും കഴിച്ചു. അപ്പോൾ കൊള്ളാം. പലരെയും കണ്ടാൽ കല്യാണം കഴിച്ചതായിട്ട് തോന്നിയല്ല, മേക്കപ്പ് കൊണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഈ വിവാഹം കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ കുടുംബനാഥന്മാരായിട്ട് അവരെന്നാ ചെയ്യുന്നത്? നയിക്കുകയാണ് ചെയ്യുന്നത്. ആ കുടുംബത്തെ നയിക്കുകയാണ് നിങ്ങൾ അല്ലേ? നിങ്ങൾ വീട്ടിൽ പല കൽപ്പനകളും പുറപ്പെടുവിക്കാറുണ്ട്. ഇരിയടാ അവിടെ എന്നൊക്കെ പറഞ്ഞ്, മിണ്ടാണ്ടിരിയടി എന്നൊക്കെ പറഞ്ഞ്. ആരും കേൾക്കുകയല്ല. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ മുറ്റത്തിറങ്ങി നിന്നൊക്കെ മുകളിലോട്ട് നോക്കി പറഞ്ഞാൽ മതി. ഏതാണെങ്കിലും അവിടെ ഒരു നായകരാണ് നിങ്ങൾ കുടുംബത്തിൻ്റെ അല്ലേ? എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പോകുന്നത്? നിങ്ങൾ അമ്മമാരും നായികമാരാണ്. എന്താണ് മിനിമം ഇന്നത്തെ മത്തി എത്രയായിട്ട് മുറിക്കണം എന്നെങ്കിലും നിങ്ങൾക്ക് തീരുമാനമെടുക്കാം അല്ലേ? ഇന്നത്തെ മത്തിയാണോ അയലയാണോ അത് ഞാൻ തീരുമാനിച്ചുകൊണ്ട് വരും. പക്ഷേ ഇത് എത്രയായിട്ട് മുറിക്കണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ, പരിപാലിക്കുമ്പോൾ, അവർക്ക് നല്ല വഴികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഈശോ മിശിഹായുടെ നയിക്കുന്ന ദൗത്യത്തിൽ കുടുംബത്തിൽ പങ്കുചേരുക. മതാധ്യാപകരാകുമ്പോൾ വീണ്ടും നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ അവരുടെ വിശ്വാസത്തിൻ്റെ വഴിയിൽ നയിക്കുകയാണ്. അത് നമുക്കുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധീകരിക്കുന്നതും ഈ പൊതു പൗരോഹിത്യം സ്വീകരിച്ചവരുടെ ഉത്തരവാദിത്വമാണ്. എങ്ങനെയാണ് വിശുദ്ധീകരിക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കൂദാശകളിൽ നമ്മൾ പങ്കുചേരുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെയും നമ്മൾ നമ്മളെ തന്നെയും സഭയിലെ ഇതര അംഗങ്ങളെയും വിശുദ്ധീകരിക്കുന്ന ദൗത്യത്തിലും നമ്മൾ പങ്കുചേരുന്നുണ്ട്. ഇതേ ദൗത്യങ്ങൾ തന്നെയാണ് ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചവർ വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയണം. എന്താണ് പഠിപ്പിക്കുന്നത്? വൈദികരും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
അവരുടെ പഠിപ്പിക്കലിന് വ്യത്യാസം ഉള്ളത് എന്ത് എന്ന് ചോദിച്ചാൽ, പഠിപ്പിക്കാനുള്ള പ്രത്യേക ശുശ്രൂഷ വരം അവർക്ക് സഭ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആരാധനാ സമൂഹത്തെ ഔദ്യോഗികമായി പഠിപ്പിക്കാൻ ആർക്കേ അവകാശമുള്ളൂ? ഈ പൗരോഹിത്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പടിയിലെത്തിയവർക്ക്. ഒന്നെങ്കിൽ ഡീക്കൻ, അല്ലെങ്കിൽ വൈദികൻ, അല്ലെങ്കിൽ മെത്രാൻ. ഈ 3 പേരിൽ ആർക്കെങ്കിലുമേ ഒരു ആരാധനാ സമൂഹത്തെ ഔദ്യോഗികമായി പഠിപ്പിക്കാനുള്ള അവകാശമുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു ഞായറാഴ്ച കുർബാനയിൽ പ്രസംഗിക്കാനുള്ള അവകാശം ഇവർക്ക് മാത്രമുള്ളൂ. അത് പഠിപ്പിക്കലിൻ്റെ ഗൗരവത്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത് പോലെ, പക്ഷേ അതുപോലെ നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഞായറാഴ്ച കുർബാനയിൽ പ്രസംഗിക്കാൻ പറ്റിയല്ല. കാരണം എന്താണ്? അത് ശുശ്രൂഷ പൗരോഹിത്യവുമായി ബന്ധപ്പെട്ടതാണ്. വിശുദ്ധീകരിക്കുന്ന ദൗത്യം, കൂദാശകളിൽ പങ്കുചേർന്നുകൊണ്ടാണ് പൊതുപൗരോഹിത്യം സ്വീകരിച്ചവർ വിശുദ്ധീകരണ പ്രക്രിയയിൽ പങ്കുചേരുന്നത് എങ്കിൽ, കൂദാശകൾ പരികർമ്മം ചെയ്തുകൊണ്ടാണ് ശുശ്രൂഷ പൗരോഹിത്യമുള്ളവർ വിശുദ്ധീകരണ കർമ്മത്തിൽ പങ്കുചേരുക. അതുപോലെ തന്നെ നയിക്കുന്നതിലും വാസ്തവത്തിൽ ശുശ്രൂഷ പൗരോഹിത്യമുള്ളവർക്ക് വ്യത്യസ്തമായ ധർമ്മമുണ്ട്. മെത്രാൻ ഒരു രൂപതയെ മുഴുവൻ നയിക്കുന്നു, അച്ഛൻ ഒരു ഇടവകയിലെ ദൈവജനത്തെ നയിക്കുന്നു, മാർപ്പാപ്പ സഭയെ മുഴുവനായി നയിക്കുന്നു, അല്ലേ? അതുകൊണ്ട് കുടുംബജീവിതക്കാരുടെ നായക ദൗത്യത്തിൽ നിന്നും കുറേ കൂടി വ്യത്യസ്തവും കുറേ കൂടി വിശാലവുമായ ഒരു നായക ദൗത്യം ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചവർക്ക് ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇത് തമ്മിൽ വ്യത്യാസങ്ങളെക്കാൾ ഉപരി നമ്മൾ ഇത് തമ്മിലുള്ള പാരസ്പര്യത്തെ മനസ്സിലാക്കണം. അതേസമയം ഇത് തമ്മിലുള്ള വ്യത്യാസം യഥാർത്ഥത്തിൽ ഒരേ ദൗത്യത്തിൻ്റെ നിർവഹണത്തിലെ വ്യത്യാസങ്ങളാണ്. ആ വ്യത്യാസങ്ങൾ ഗൗരവമുള്ള വ്യത്യാസം തന്നെയാണ് താൻ. അതിനെ നിസ്സാരമായി കരുതരുത്. ചില ചേട്ടന്മാരൊക്കെ ചൂടായി കഴിയുമ്പോൾ പൊതുയോഗത്തിലൊക്കെ ഡയലോഗ് ഇടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. 5 മീറ്റർ തുണി ഉണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ ഒരു അച്ഛനാകാം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോമാവരത്തൊന്നും പറയുകയല്ല എന്ന് എനിക്കറിയാം, നിങ്ങൾ വളരെ ശുദ്ധരായ മനുഷ്യരാണ്. പക്ഷേ ചൂടായി കഴിഞ്ഞ് ചില ചേട്ടന്മാരൊക്കെ മലബാറി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ആകാൻ പറ്റിയാൽ നമ്മളത് ഒരു പ്രച്ഛന്നവേഷമേ ആവുള്ളൂ. പൗരോഹിത്യവും പൊതുപൗരോഹിത്യവും ശുശ്രൂഷ പൗരോഹിത്യവും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട് എന്ന് തന്നെയാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുപൗരോഹിത്യമുള്ള വ്യക്തികൾ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ മാത്രമായി നിശ്ചയിച്ചിട്ടുള്ള ദൗത്യങ്ങൾ അനുഷ്ഠിക്കാൻ പാടില്ല. വിചാരിച്ചും വരുന്നില്ല, എവിടെയോ പോയി എന്ന് കാണുന്നില്ല. എന്നാൽ പോയി ഒരു ചേട്ടൻ പോയി അങ്ങ് കുർബാന കുപ്പായ ഇട്ടുകൊണ്ട് വന്ന് കുർബാനയെല്ലാം അത് വായിച്ച് തീർത്താൽ പോരെ? ഇതൊക്കെ നമുക്കും അറിയാവുന്നതാണ്, അല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പണ്ടൊരു കപ്പ്യാര് മലബാറിലെ ഒരു പള്ളിയിൽ വെച്ചൊരു കപ്പ്യാര് തല്ലുകൊണ്ടൊരു കഥയാണ്. അതെന്നാന്ന് ചോദിച്ചാൽ, വികാരിച്ചൻ്റെ ആരോ മരിച്ചു രാത്രിയിൽ, വികാരിച്ചൻ പോയി. കപ്പ്യാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, കപ്പ്യാർ വികാരിച്ചൻ്റെ ലോവ അങ്ങ് എടുത്തിട്ടു. എന്നിട്ട് കുമ്പസാരക്കൂട്ടി കയറിയിരുന്നു. കുമ്പസാരക്കൂടിൻ്റെ താഴേക്കടെ ഈ അച്ഛൻ്റെ ലോവയുടെ അറ്റം മാത്രമേ കാണുന്നുള്ളൂ. ചേട്ടത്തിമാർ എന്നുള്ള പാവങ്ങൾ മുഴുവനും പറഞ്ഞു കേൾപ്പിച്ച് കപ്പ്യാരുടെ തിരിച്ചുള്ള ഉപദേശം കേട്ടപ്പോൾ എന്തോ ഒരു പന്തികേട് ചേട്ടത്തിമാർക്ക് തോന്നി. ചേട്ടത്തിമാർ പലരും കുമ്പസാരം കഴിഞ്ഞ് വന്നിരുന്ന് പരസ്പരം പറഞ്ഞു, അതെന്നെ അതുകൂട്ട് വർത്താനം പറഞ്ഞു തന്നെ അങ്ങനെ പറയുന്നത് എന്താ? അവസാനം ഒരു ചേട്ടത്തി രണ്ടും കൽപ്പിച്ച് എന്ന് ചേട്ടത്തിയുടെ ചേട്ടനോട് പറഞ്ഞു. ചേട്ടൻ ചെന്ന് കുമ്പസാരക്കൂടിൻ്റെ വാതിൽ തുറന്നു നോക്കി, ഇതായിരിക്കുന്നു കപ്പ്യാർ ഊറിച്ചിരിച്ചു വന്നു. അന്നത്തെ പൊതുയോഗം കപ്പ്യാരുടെ പുറത്തായിരുന്നു. അതുകൊണ്ട് കപ്പ്യാര് ക്ഷയം പിടിച്ച് മരിച്ചു എന്നാണ് ശത്രുക്കൾ പറയുന്നത്. നേരാണെന്ന് എനിക്കറിയത്തില്ല. ഏതാണെങ്കിലും അങ്ങനെ അത് ചെയ്യാൻ പാടില്ല. പൗരോഹിത്യ ദൗത്യം ഉള്ളവർക്ക് മാത്രമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ഏതൊക്കെയാണ്? കൂദാശകളുടെ പരികർമ്മം, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന, കുംഭസാരം, അതുപോലെ തന്നെ തിരുപ്പട്ട കൂദാശയുടെ പരികർമ്മം മെത്രാന്മാർക്കാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്.
5-6 അച്ഛന്മാർ കൂടി എന്നാൽ ഒരുത്തനെ അച്ഛനാക്കിയേക്കാം എന്ന് വിചാരിച്ചാൽ അത് നടക്കുക. അത് ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ളവർ അവരുടേതായ ധർമ്മങ്ങൾ മാത്രമേ അനുഷ്ഠിക്കാവൂ എന്നുള്ള ആ വ്യത്യാസം സഭ എക്കാലവും ഊന്നി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ശുശ്രൂഷ പൗരോഹിത്യവും പൊതു പൗരോഹിത്യവും രണ്ടിലും പൗരോഹിത്യമുണ്ടെങ്കിലും ധർമ്മങ്ങളിലും അതോടൊപ്പം ഉത്തരവാദിത്തങ്ങളും രണ്ട് തരത്തിലാണ്. അത് ഒന്നിച്ചു പോകുന്നതാണെങ്കിൽ കൂടിയും വ്യത്യാസങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയുണ്ടായി. ഇനി അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ, ടീച്ചർ. പിതാവേ, വൈദിക പരിശീലന കാലഘട്ടം ദീർഘവും വ്യത്യസ്തവുമാണല്ലോ. ചില സഭകളിൽ 12ഉം 14ഉം വർഷം കാണപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വ്യത്യസ്ത കാലയളവ്? ദീർഘനാളത്തെ പരിശീലനത്തിന് ശേഷം വൈദികരായിട്ടും പൗരോഹിത്യത്തിൻ്റെ മാഹാത്മ്യം വ്യക്തമായി മനസ്സിലാക്കിയിട്ടും വൈദികരിൽ ചിലർക്കെങ്കിലും എന്തുകൊണ്ടാണ് ഇടർച്ച സംഭവിക്കുന്നത് എന്ന് വിശദമാക്കാമോ? ജെസ്സി ടീച്ചർ വളരെ നിഷ്കളങ്കമായി ചോദിച്ചെങ്കിലും അതൊരു പാരയായിരുന്നു അല്ലേ? അതായത് ഒന്നാമത് 2 ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്നാമത് ചോദിച്ചത് വിവിധ സഭകളിൽ വൈദിക പരിശീലനത്തിൻ്റെ ദൈർഘ്യം വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം പൗരോഹിത്യത്തിന് പൊതുവായി പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. തത്വചിന്ത, ദൈവശാസ്ത്രം, ആത്മീയ പരിശീലനം, ഇങ്ങനെയുള്ള പൊതു കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓരോ സന്യാസ സഭകൾക്കും അവയുടേതായ വ്യത്യസ്തമായ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് പൊതുവായ കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. ഓരോ സഭകൾക്കും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ, കാനോനിക്കൽ നൊവിഷ്യേറ്റുകൾ, അത് ഇത്ര ആണ് എന്ന് ഓരോ സഭയുടെയും നിയമാവലിയിൽ പറഞ്ഞിട്ടുണ്ട്. 1 വർഷം എല്ലാവർക്കും മിനിമം ഉണ്ടാകും. അത് ചിലപ്പം ചില സഭകളിൽ 2 കൊല്ലമായിരിക്കും. ചിലർ തത്വശാസ്ത്രം പഠിപ്പിക്കുന്ന കൂടത്തിൽ തന്നെ ഡിഗ്രിയും പഠിപ്പിക്കും. ചിലർ തത്വചിന്തയും ഡിഗ്രി പഠനവും 2ആയിട്ട് നടത്തും. അപ്പോൾ 3 കൊല്ലം വ്യത്യാസം വന്നു അല്ലേ? 3 കൊല്ലം തത്വചിന്താ പഠനം കഴിഞ്ഞ് വീണ്ടും 3 കൊല്ലം ഡിഗ്രി പഠിക്കാൻ കോളേജ് വിട്ട് കഴിയുമ്പോൾ വർഷങ്ങളുടെ എണ്ണത്തിൽ വീണ്ടും വർധനവുണ്ടാകും. അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ ഒരു വിദ്യാർത്ഥി സെമിനാരിയിൽ ചേരുന്ന പ്രായമേത് എന്നുള്ളതും പ്രസക്തമാണ്. അതായത് ഒരു സെമിനാരി വിദ്യാർത്ഥിക്ക് അവൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ചേർന്നാൽ അവൻ ഈ പഠനത്തിൻ്റെ കൂടെ +2 പഠിക്കണം, ഡിഗ്രി പഠിക്കണം. അപ്പോൾ 5 കൊല്ലം അതിനു വേണ്ടി തന്നെ മാറ്റിവെക്കണം. അതേസമയം ഡിഗ്രി കഴിഞ്ഞാണ് ഒരു വ്യക്തി ചേരുന്നത് എങ്കിൽ അവർക്ക് ഈ 5 കൊല്ലം ലാഭമായി കിട്ടും. അതുകൊണ്ടാണ് ഓരോരുത്തരുടെയും വൈദിക പരിശീലനത്തിൻ്റെ കാലദൈർഘ്യത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. തുടർന്നാണ് ജെസ്സി ടീച്ചർ ചോദിച്ചത്, ഇത്രയൊക്കെ പഠിച്ചിട്ടും നിങ്ങൾ എന്തിയെ നന്നാകാത്ത എന്നാണ് ഒരു ചോദ്യം അല്ലേ? യെസ്. എന്നാലും ജെസ്സി ടീച്ചറെ ഇത്രയും പഠിച്ചിട്ട് ഞങ്ങൾ ഇത്രയും പേര് നന്നായല്ലോ എന്ന് ചോദിക്കാമായിരുന്നു അല്ലേ? തീർച്ചയായും ടീച്ചർ ചോദിച്ചത് പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ്. നമ്മൾ ഇത്രയേറെ കാലം പരിശീലനങ്ങളിലൂടെ കടന്നു പോയിട്ടും പലപ്പോഴും ഈശോ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ പലർക്കും സാധിക്കുന്നില്ല. വിശ്വസ്തരായിരിക്കാനുള്ള വിളി അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റുന്നില്ല പലരും എന്നുള്ള ഒരു ദുഃഖമാണ് ജെസ്സി ടീച്ചർ പങ്കുവച്ചത്. അത് ടീച്ചറെ മൺപാത്രങ്ങളിൽ നിധി കിട്ടിയവരാണ് പുരോഹിതന്മാർ. അങ്ങനെയാണ് പൗലോസപ്പോസ്തലൻ പറയുന്നത്. അവർക്ക് നിധി കിട്ടിയത് മൺപാത്രത്തിലാണ്. അതായത് വെറുതെ മനുഷ്യരാണ് ഞങ്ങൾ. ഈ നിധിയെക്കുറിച്ച് മാത്രമേ എല്ലാവരും പറയുന്നുള്ളൂ. പക്ഷേ അത് കിട്ടിയ മൺപാത്രത്തെക്കുറിച്ച് ആരും പറയുന്നില്ല. ഈ മൺപാത്രം എവിടെയെങ്കിലും തട്ടിയാൽ പൊട്ടിപ്പോകാവുന്നതേ ഉള്ളൂ അല്ലേ? ഈ നാട്ടുകാരെല്ലാം കൂടെ അതിനെ എടുത്തിട്ട് തൊഴിച്ച് കഴിയുമ്പോൾ ഈ മൺപാത്രം പൊട്ടിപ്പോകാം. പലരും പറയുന്നുണ്ട്, പല വൈദികരും പറയുന്നുണ്ട്, ഞാൻ ഇത്രയേറെ ആത്മാർത്ഥമായി ശുശ്രൂഷ ചെയ്തിട്ട് എനിക്ക് എല്ലായിടത്തു നിന്നും തിരിച്ചടികളും അപമാനങ്ങളുമാണ് ഉണ്ടായത്, എനിക്ക് അതുകൊണ്ടൊന്ന് റീതിങ്ക് ചെയ്യണം എന്നൊക്കെ ഹൃദയം തുറന്ന് പങ്കുവയ്ക്കുന്ന വൈദികരുണ്ട്. അതുപോലെ തന്നെ പല വൈദികർ അവർ മനുഷ്യരാണ്, ശരീരമുള്ളവരാണ്. ശരീരത്തിൻ്റെ പ്രേരണകളെ, പ്രചോദനങ്ങളെ, പ്രലോഭനങ്ങളെ പലപ്പോഴും പല സാഹചര്യങ്ങളിലും നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥകളുണ്ടാകും. അതൊക്കെയും ഇത്തരത്തിലുള്ള വീഴ്ചകൾക്കും
പുനർവിചിന്തനങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം. ഓക്കെ, സജി സാറാണ് ചോദിക്കുന്നത്. പിതാവെ, അടുത്ത കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന വാർത്തയായിരുന്നു വൈദികാർത്തി അന്ധനാണ് എന്ന് തിരുപ്പട്ടത്തിന് തൊട്ടു മുമ്പ് തിരിച്ചറിഞ്ഞത്. ശാരീരിക വൈകല്യമുള്ളവർക്ക് തിരുസഭ തിരുപ്പട്ടം നൽകാൻ തയ്യാറായി കാണുന്നില്ല. ഇതിന് എന്തെങ്കിലും ദൈവശാസ്ത്രപരമായ അടിസ്ഥാനമുണ്ടോ? ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് പൗരോഹിത്യം നൽകുന്നതിനെക്കുറിച്ച് സഭയുടെ പാരമ്പര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഒന്നിത് ശുശ്രൂഷ പൗരോഹിത്യമാണ്. ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയുള്ള പൗരോഹിത്യമാണ്. ശുശ്രൂഷ ചെയ്യാൻ നിവൃത്തിയില്ല എങ്കിൽ പിന്നെന്തിനാ അത് കൊടുക്കുന്നത്? അതാണ് അതിൻ്റെ സിമ്പിൾ ലോജിക്ക്. ഒരാൾ ക്യാൻസർ ബാധിച്ചു. ഞാൻ തന്നെ ഓർക്കുന്നൊരു രംഗമുണ്ട്. എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു വൈദിക വിദ്യാർത്ഥി, അവൻ വളരെയേറെ പൗരോഹിത്യം ആഗ്രഹിച്ച ഒരു കൊച്ചാണ്. തിയോളജി സെക്കൻഡ് ഇയർ ആയപ്പോൾ അവൻ ക്യാൻസർ ബാധിതനായി. ആ വർഷം തന്നെ അവൻ മരിക്കുന്ന അവസ്ഥയാണ്. അവനെ കാണാൻ ഞാൻ ചെന്നപ്പോൾ ഒരിക്കൽ എന്നോട് ചോദിച്ചു, എൻ്റെ അച്ഛാ, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അച്ഛനായ കൊള്ളാമെന്നുണ്ട്. അച്ഛൻ എത്രയോ പിതാക്കന്മാരെ പരിചയമുണ്ട്. ഏതെങ്കിലും ഒരു പിതാവിനോട് പറഞ്ഞ് എനിക്ക് പൗരോഹിത്യം വാങ്ങിത്തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ, അത് സഭയിൽ നടക്കാൻ സാധ്യതയില്ല. കാരണം എന്താണ്? ശുശ്രൂഷ പൗരോഹിത്യമാണ് നാം സ്വീകരിക്കുന്നത്. ശുശ്രൂഷ പൗരോഹിത്യം ശുശ്രൂഷ ചെയ്യാൻ കഴിവുള്ളവർക്കാണ് അത് നൽകേണ്ടത്. അപ്പോൾ സ്ഥിരമായ വൈകല്യങ്ങൾ സംഭവിച്ച വ്യക്തികൾക്ക് ഇത് കൊടുക്കണ്ട എന്നൊരു നിഗമനമായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ അംഗവൈകല്യം എന്നുള്ള വാക്ക് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് മാറ്റിയതിൻ്റെ പിന്നിൽ തന്നെ ഒരു ചിന്തയുണ്ട്, അല്ലേ? അവർ എന്തോ കുറവുള്ളവരല്ല, അവർക്ക് വ്യത്യസ്തമായൊരു കഴിവാണുള്ളത്. കണ്ണ് കാണുന്നില്ല എന്നുള്ളതല്ല അവരുടെ പ്രശ്നം. അവർ കണ്ണ് നമ്മൾ കാണുന്നത് പോലെ കാണാത്തപ്പോഴും അകക്കണ്ണുകൾ കൊണ്ട് നമ്മളെക്കാളും കൂടുതൽ കാണാനുള്ള കഴിവ് അവർക്കുണ്ട് എന്നതാണ്. കണ്ണ് കാണാത്ത വൈദികരെ ചിലരെ എനിക്കറിയാം. അവർക്ക് വിശുദ്ധ കുർബാന ചൊല്ലാൻ അങ്ങ് കയറി അൾത്താരെ നിന്നാൽ മതി. വിശുദ്ധ കുർബാനയുടെ മുഴുവൻ പ്രാർത്ഥനയും മനസ്സിൻ്റെ സ്ക്രീനിൽ അവർക്ക് തെളിഞ്ഞു വരും. ദൈവം കൊടുക്കുന്നൊരു വരമാണ്. ഒരു ബൈബിൾ ഭാഗം, ബൈബിൾ വായിക്കും ഓരോ ദിവസം മാറ്റമാണ്. ബൈബിൾ വായിക്കുന്നത് എങ്ങനെ? ആരെങ്കിലും ഒരാൾ തലേ രാത്രി വായിച്ച് കേൾപ്പിക്കും. അത് അതേപടി മനസ്സിൽ പതിഞ്ഞ് കിടക്കും. അത് അതേപടി ആ സമയത്ത് അവർ പറയുന്ന കേൾക്കും. അതാണ് വ്യത്യസ്തമായ കഴിവ് എന്ന് പറയുന്നത്. അതൊരു കഴിവില്ലായ്മയായിട്ടാണ് നമ്മൾ ഇതുവരെയും കരുതിക്കൊണ്ടിരുന്നത്, അല്ലേ? അന്ധൻ, കണ്ണ് കാണാത്തവൻ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലാകുന്നുണ്ട്, അവൻ കണ്ണ് കാണാത്തവൻ, നമ്മളെപ്പോലെ അവന് കാണുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവന് നമ്മളെക്കാളും കൂടുതൽ കഴിവുകൾ മറ്റ് പല മേഖലകളിലും ഉണ്ട് എന്നുള്ളതാണ്. പണ്ട് കാലത്ത് ഈ വിരലുകൾ, ഈ 6 വിരലുകളെ കാനോനിക്കൽ ഫിംഗേഴ്സ് എന്നാണ് വിളിച്ചുകൊണ്ട്. അതായത് വിശുദ്ധ കുർബാന എടുക്കാൻ സാറിങ്ങനെ ഉണിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, ഇതാണ് വിരൽ. അപ്പോൾ ഈ 3 വിരലുകൾ 2 കയ്യിലുള്ള ഈ 3 വിരൽ, ഇവയ്ക്ക് ക്ഷതമുണ്ടെങ്കിൽ അച്ഛനാക്കിയല്ല എന്നായിരുന്നു പണ്ടത്തെ കാഴ്ചപ്പാട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ കുർബാന എടുക്കാനും നമ്മൾ രോഗീലേപനത്തിന് ലേപനം നടത്താനും അതുപോലെ തന്നെ സ്ഥൈര്യലേപനം കൊടുക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ 3 വിരലുകൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതിന് ദോഷം വരാൻ പാടില്ല. അതുകൊണ്ടാണ് വൈദികർ കൈ കഴുകുമ്പോൾ ഈ വിരലുകളാണ് കഴുകുന്നത്. വിശുദ്ധ കുർബാനയ്ക്കിടയിൽ അവർ കൈ കഴുകുമ്പോൾ ഈ 6 വിരലുകളാണ് കഴുകുന്നത്. അതിനെ ശുശ്രൂഷയ്ക്ക് അത്യാവശ്യം വേണ്ട വിരലുകളായിട്ടാണ് കരുതുന്നത്. ഇതൊരു വിരൽ മുറിഞ്ഞു പോയാൽ പട്ടം കൊടുക്കുകയില്ലായിരുന്നു പണ്ട്. ഡീക്കനായിരിക്കുമ്പോൾ വിരൽ മുറിഞ്ഞു പോയവന് പട്ടം കൊടുക്കാതിരുന്ന ചരിത്രം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അത് കാഴ്ചപ്പാടുകളിലെ വ്യത്യാസമാണ്. പക്ഷെ അതിൻ്റെ പിന്നിലെ ചിന്ത എന്താണ്? ശുശ്രൂഷ പൗരോഹിത്യമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ കഴിവുള്ളവർക്ക് അത് കൊടുത്താൽ മതി. ഇതാണ് അതിൻ്റെ ചിന്ത. പക്ഷെ ഇപ്പോൾ ആ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. അവർ അംഗവൈകല്യമുള്ളവരോ വികലാംഗരോ അല്ല, റാദർ ദേ ആർ ഡിഫറൻ്റ്ലി ഏബിൾഡ്. അവർ വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ് എന്ന ഒരു ചിന്ത രൂപപ്പെട്ടപ്പോൾ പൗരോഹിത്യത്തിലും ആ ഒരു ചിന്തയുടെ, നവീന ചിന്തയുടെ സ്വാധീനം വന്നു.
അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.